നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഗൂർഗാവിലാണ്. എൻ്റെ സിസ്റ്റർ ഗൂർഗാവിലാണ്. സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ റെസിപ്പി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സാലഡ്, ഒരു അറേബ്യൻ സാലഡ്. സിസ്റ്റർ ഹസ്ബൻഡ് നേവിയിലായിരുന്നു, 34 കൊല്ലം നേവിയിലായിരുന്നു. എന്നിട്ട് വിശിഷ്ട സേവാ മെഡലെല്ലാം കിട്ടിയ രാഷ്ട്രപതിയില്ല കിട്ടിയ ആളാണ്. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം NSAയിലും വർക്ക് ചെയ്തു 6 കൊല്ലം. ഇപ്പോൾ വേറെ ചെയ്യുന്നു. നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടുന്ന ഒരു കുറച്ച് പുതിനേൻ്റെ ഇല, ഒരു 3 പച്ചമുളക് അല്ലേ, കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പോമോഗ്രാനൈറ്റ്, പിന്നെ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഒരു 1 ഇഞ്ച് പീസ് ജിഞ്ചർ ചെറുങ്ങനെ മുറിച്ചത്, പിന്നെ ഒരു ലൈമിൻ്റെ പകുതി, പിന്നെ ഇതൊരു വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, എല്ലാം നീളത്തിലാണ് വേണ്ടത്. അതേപോലെ ഒരു വലിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, കുറച്ച് ബ്ലൂബെറി, പച്ചമാങ്ങ, ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. പച്ചമാങ്ങ നീളത്തിലരിഞ്ഞത്, പേരക്ക നീളത്തിലരിഞ്ഞത്, ഒരു പേരക്കൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ. ഇത് മാങ്ങ ഒരു ഫുൾ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില മേലെ ഡെക്കറേറ്റ് ചെയ്യുക, സോൾട്ട്, മുളക് പൊടി, ഒലീവ് ഓയിൽ. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പം അത് ഇത് മിക്സ് ചെയ്തിട്ട് കാണാം. ക്യാരറ്റ്, പേരക്ക, മാങ്ങ, ബ്ലൂബെറി, പച്ചമാങ്ങ, ജിഞ്ചർ, ചില്ലി ഫ്ലേക്സ്, പച്ചമുളക്. കുറച്ച് എരിവും ഉണ്ടാവും, നല്ല അത്ര അധികം എരിവും ഉണ്ടാവില്ല. ഒരു സവാള, കട്ട് ഇടുന്നതിനെ കാണുന്നുണ്ടോ? അത് കട്ട് ചെയ്തോ. ഇത് കാണുന്നുണ്ടോ? ഇടുന്നതല്ല, അതാണ് കാണിക്കണ്ടേ. അത് 1 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി. എരിവില്ലാത്തതാണ്. അറേബ്യൻസിന് എരിവൊന്നും അധികം പറ്റില്ല. അത് ഇട്ടു. ഇനി വെള്ളം പരത്താം. ലൈമ് ഇട്ടേ, ഒരു 1/2 ലെമൺ എടുത്തിട്ടുണ്ട്. മാങ്ങേൻ്റെ പുളി ഉള്ളതുകൊണ്ട് പുളി അധികം ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ലൈമ ഒഴിച്ചാൽ മതിയേ. നല്ലോണം മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് പോലും ഇത് കിടക്കുന്നത്. മാങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഒലീവ് ഓയിൽ എടുക്കുന്നത് 1 ടീസ്പൂൺ. നല്ലോണം മിക്സ് ചെയ്യാം. തണുപ്പ് തുടങ്ങാനായിട്ട് ഈച്ചയെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ മധുവിൻ്റെ അറേബ്യൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. മധു ഉപ്പ് നോക്കൂ, ഉപ്പെല്ലാം കറക്റ്റാണ്. അന്ന് ഈ സമയത്താണ് ഉപ്പെല്ലാം നോക്കണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഇടാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലയും വെച്ച് ഊണാണ്. സെർവ് ചെയ്യാൻ മാത്രം മല്ലിയില മതി, മുറിച്ചിടണമെന്നൊന്നുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ അറേബ്യൻ സാലഡിന് ആവശ്യമുള്ളത്. ഇതെല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായവും പറയണം, പിന്നെ കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം.
Arabian salad by V.K. Madhusudanan. And you should taste it also. Yeah.